പറയാറുണ്ട് എന്നതുപോലെ എങ്കിലും മഹാനായ ഇമാം അശ്ശരിയോ മാതുരിദിയോ വിശ്വാസ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണമെന്ന് പറഞ്ഞതായി അള്ളാഹുവിന്റെ ഭൂമിയിൽ മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള മേഖലകൾ പരിശോധിച്ച് വെള്ളക്കടലാസിലോ ഈജിപ്തിൽ നിന്ന് വരുന്ന മഞ്ഞക്കടലാസിലോ കറുപ്പ് മഷി കൊണ്ടോ ഏതെങ്കിലും ഒരു മഷി കൊണ്ടോ എഴുതിയ ഒരവരി ഇന്ന് വരെ നമ്മുടെ ഉസ്താദുമാർ വായിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ ഇമാമുകൾ ആരും ഇതിൽ ഉത്തരവാദികളല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി ആ മാന്യദേഹം ഇവിടെ നിങ്ങളോടൊരു ഹദീസ് ഉദ്ധരിച്ചല്ലോ, അള്ളൂ അലയ്യാ ബിന്നവാജിദ്, നിങ്ങൾ കടിച്ചു പിടിക്കണം നിങ്ങൾ അണപ്പല്ല് കൊണ്ട്. എന്തിന്മേലാണ് സഹോദരന്മാരെ നമ്മൾ കടിച്ചു പിടിക്കുക? അള്ളാഹുവിലുള്ള വിശ്വാസം പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ എങ്ങനെ പഠിപ്പിച്ചു എന്ന് നോക്കണമെന്നൊരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, വേണ്ട നിങ്ങൾ അശ്ശരീമ പറഞ്ഞത് കേൾക്കണമെന്ന് പറയുമ്പോൾ, അശ്ശരീമ പറഞ്ഞത് എവിടെ? ആളുകളുടെ കയ്യിലില്ല, ആർക്കും അറിയില്ല. പിന്നെ എന്തിൽ കടിക്കും? ആളുകൾ കടിക്കാരൊന്നുമില്ലാതെ വാപിളർത്തി നിൽക്കുന്ന രംഗം. അതുകൊണ്ട് ആളുകൾ വിശക്കുകയാണ്. ആദർശത്തിന്റെ മേഖലയിലുള്ള ദാരിദ്ര്യം, പട്ടിണിയിലാണ് ആളുകൾ. അങ്ങനെ ആദർശ മേഖലയിൽ പട്ടിണി കിടന്ന് നിർവാഹമില്ലാതെ ലക്ഷക്കണക്കായ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് ആരും പ്രയാസപ്പെട്ടിട്ടോ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടോ കാര്യമില്ല. ആദർശത്തിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ പോലും കഴിയില്ല. കാരണം ആദർശം ഉണ്ടെങ്കിലല്ലേ കുഴപ്പം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇമാം അശ്ശരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ പറയാറില്ല. അതുപോലെ നമ്മൾ കേൾക്കാറുണ്ട്, അശ്ശരി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ കാര്യമായൊരു ത്വരീഖത്താണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവഗണിച്ച ആളുകളാണ്, അശ്ശരിയാക്കളുടെ മേഖല ഇങ്ങനെയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇമാം അശ്ശരിയെ സംബന്ധിച്ചിടത്തോളം 3 കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. 1ഉം 2ഉം കാലഘട്ടങ്ങൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തായിരുന്നു. അദ്ദേഹത്തിന്റെ 3ആം കാലഘട്ടം അദ്ദേഹം അതിൽ നിന്നൊക്കെ മാറി. പക്ഷേ അദ്ദേഹത്തിന്റെ 2ആം കാലഘട്ടത്തിൽ വളരെ സജീവമായി ആളുകൾ അദ്ദേഹത്തിന്റെ ആ ആദർശം ഇബ്നു കുല്ലാബുമായുള്ള ബന്ധത്തിൽ ഉണ്ടായ ആദർശങ്ങളെ പ്രചരിപ്പിക്കാൻ വലിയൊരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു. ആ ആളുകളെയാണ് ഇന്ന് അശ്ശരിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമാം അശ്ശരിക്ക് ശേഷവും മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കാലഘട്ടത്തിലുമൊക്കെ ഇങ്ങനെ ഒരു ചർച്ചകൾ അശ്ശരിയാക്കൾ എന്ന് പറഞ്ഞ ഒരു ചർച്ച ഒരു വിഭാഗത്തെ കുറിച്ചുണ്ടായി. എന്നാൽ അശ്ശരിയാക്കളെ കുറിച്ച്, അശ്ശരി ത്വരീഖത്തുകാരെ കുറിച്ച് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണ്? എല്ലാവരും അശ്ശരി ത്വരീഖത്ത് സ്വീകരിച്ചോളണം. നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടാ തോന്നി ഇവര് മുജാഹിദുകൾ ഔലിയാക്കന്മാരെയും മഹാന്മാരെയും ഒക്കെ ഇടിച്ച് താഴ്ത്തിയവരാണ്, തള്ളിയവരാണെന്നാ പറയാറുള്ളത്. ഇമാമുകൾ വേണ്ട, അതുപോലെ ഔലിയാക്കൾ വേണ്ട, അമ്പിയാക്കൾ വേണ്ട. അപ്പൊ അതിന്റെ ഇടയിൽ വേറൊരു കെണിണ്ടായി. എന്താ? ജിന്നുകൾ. വഹാബികൾ ഇപ്പൊ ജിന്നുകളെ കൂടെ കൂടിയിട്ടുണ്ട്, ജിന്നിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ജിന്ന് സേവ ഉണ്ടായിട്ടുണ്ട്. പടച്ച തമ്പുരാനെന്ന് പറഞ്ഞാല് നമ്മുടെ കാരണവന്മാര് പറയുന്നത് പോലെ 18 ആയുധവും 19ാമത്തെ വേലായുധവും അറിയാം അള്ളാന്റെ സ്ഥിതി അതാ. കാരണം മുജാഹിദുകളെ കുറിച്ച് ഒരു ആരോപണമുണ്ട്, അവർക്ക് ജിന്നുകളില്ല, മലക്കുകളില്ല, അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, അവരുടെ കയ്യിൽ ആകെ ഒരു അള്ളേ ഉള്ളൂ. ഇപ്പൊ എന്താ? മുജാഹിദുകൾ ജിന്നുകളെ കുറിച്ച് അവർക്കുള്ള ധാരണ വളരെ വിശാലമായി 25 കൊല്ലം മുമ്പ് അമാനി മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു പ്രശ്നമല്ലാതെ അത് നിലനിന്ന് പോരുകയായിരുന്നു. പക്ഷേ അതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ സജീവമായി. എന്തിനാണ് ആ പ്രശ്നമുണ്ടായത്? പടച്ച തമ്പുരാൻ ഈ സമുദായത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ജിന്നുകളെ നിഷേധിക്കുന്നവരായിരുന്നു ഇവർ എന്ന തെറ്റിദ്ധാരണ തിരുത്താൻ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചു. അതോടുകൂടെ ജിന്ന് പ്രശ്നമുണ്ടായപ്പോ എന്താ ഉണ്ടായത്? നിരവധി ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നു. കാരണം എന്താ? ഇവർ ജിന്നിനൊന്നും വിശ്വസിക്കണില്ല, ജിന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലേ? എങ്കിൽ പിന്നെ അവര് പറയുന്നത് സത്യമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാലോ എന്ന നിലക്ക് ആളുകൾ രംഗത്ത് വന്നു. അമ്പലക്കടവ് ഹമീദ് ഫൈസി, മുജാഹിദുകൾ ഞങ്ങളോട് സഖ്യത്തിന് വരണം, ഇനി നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നിരിക്കുന്നു എന്ന് ടിവിയിലൂടെ പറഞ്ഞപ്പോ സമസ്തയിലെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ അമ്പലക്കടവിനെ ചികിത്സിച്ചു. അമ്പലക്കടവേ, ഇത് നമുക്ക് തടിക്ക് കേടാണ്. മുജാഹിദുകളെ കുറിച്ച് സമുദായത്തിനുള്ള ആ ധാരണ തിരുത്തുന്നത് നമുക്ക് അപകടം ചെയ്യും എന്ന് അമ്പലക്കടവിനോട് ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തകന്മാർക്ക് എന്ത് തന്നെയായിരുന്നാലും ഒരിക്കലും പടച്ച തമ്പുരാൻ ദഅവാ മേഖലയിലോ മറ്റ് മേഖലയിലോ ഒരിക്കലും ഇവർ ഹതഭാഗ്യന്മാരാവേണ്ടുന്ന, ഇവർ നിരാശപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം അല്ലാഹു ഒരുക്കൂല. അതാണ് നമുക്കതിലൂടെ ലഭ്യമായത്. ഇനി നോക്കൂ നിങ്ങൾ, ഇമാം അശ്ശരി റഹ്മത്തുള്ളാഹിയുടെ ആദ്യകാലത്തെ ആ മാർഗത്തെ സ്വീകരിച്ച വലിയൊരു വിഭാഗം ആളുകൾ അശ്ശരി ത്വരീഖത്തുകാരെന്ന പേരിൽ അറിയപ്പെട്ടു. കേരളത്തിലെ സമസ്തക്കാരും ആ പേരിൽ അറിയപ്പെടുന്നു. അവരും ഞങ്ങൾ അശ്ശരിയാക്കളാണെന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി ഇവരെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അൽ ഗുന്യ നോക്കിയാൽ നമുക്ക് കാണാം. അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, വഅന്നഹു തആല യൻസിലു കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ, പടച്ച തമ്പുരാൻ എല്ലാ രാത്രിയിലും ദുന്യവിയായ ആകാശത്തേക്ക് ഇറങ്ങി വരും. കൈഫശാ വകമാശാ, അല്ലാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല. നമ്മൾ കോണിയിലൂടെ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ കോണിയിലൂടെ കയറി പോകുന്നത് പോലെ അല്ലാഹു കയറുമെന്ന് പറയാൻ കഴിയില്ല. കൈഫശാ വകമാശാ, അല്ലാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അല്ലാഹു ദുന്യവിയായ ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ലാ ബിമഅനാ നുസൂലിർ റഹ്മത്തി വ സവാബിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങി വരും, അതുപോലെ മനുഷ്യരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം ഇറങ്ങി വരും എന്ന് അർത്ഥം പറയാൻ പാടില്ല. അലാ മദ്ദഅതുൽ മുഅ്തസിലതു വൽ അശ്ശരിയതു, മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പിഴച്ചുപോയ പുത്തംവാദികളായ മുഅ്തസിലിയാക്കൾ വാദിക്കുന്നത് പോലെയല്ല, അതുപോലെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ പുത്തംവാദികളായ അശ്ശരിയാക്കൾ പറയുന്നത് പോലെയും അല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ ഉന്നത്തിൽ പറയുകയാണ്. അബ്ദുൽ ഖാദിർ ജീലാനി എവിടെയാണ് ഘടിച്ചിരിക്കുന്നത്? അല്ലു അലയ്യാ ബിന്നവാജിദി, ഇസ്മായിൽ മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ, മനുഷ്യരെ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചോ. ഷെയ്ഖ് ജീലാനി കടിച്ചത് എവിടെയാണ്? കേരളത്തിലെ മുജാഹിദുകൾ കടിച്ച അവിടെ തന്നെയാണ് ഷെയ്ഖ് ജീലാനിയും കടിച്ചത്. ജീലാനിയെ തള്ളിയിട്ട് മുജാഹിദാവേണ്ട ഒരു കാര്യം എന്നെ പോലുള്ള ആളുകൾക്കുണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പ്രസംഗിക്കാൻ വന്ന ആള് ഇ കെ മൗലവിയുടെയും അതുപോലെ തന്നെ കെ എം മൗലവിയുടെയും MCC-യുടെയും അതുപോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ പഴയകാല നേതാക്കന്മാരുടെ ചില പരാമർശങ്ങളെ ഉദ്ധരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് മറുപടി പറയാൻ. ഈ സുന്നത്ത് ജമാഅത്തിനുള്ള തെളിവ്, ഇന്ന് അദ്ദേഹം സുന്നിയാവാനുള്ള തെളിവ് എവിടുന്നാ ഉദ്ധരിച്ചത്? അദ്ദേഹം ഉദ്ധരിച്ചത് മുഴുവനും ഇ കെ മൗലവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ MCC അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ വക്കം മൗലവി വേറൊരു രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ എടവണ്ണ അലവി മൗലവി വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞതുകൊണ്ട് വഹാബികളെ നിങ്ങൾ ഇത് നിർത്തിക്കോ. മുജാഹിദുകൾ ആരാ? ഇമാം ഷാഫിയെ പോലും തഖ്ലീദ് ചെയ്യുന്നത് കുറ്റകരമായ പ്രവർത്തനമാണെന്ന് പറയുന്ന മുജാഹിദുകളോട് എടവണ്ണ അലവി മൗലവിനെ തഖ്ലീദ് ചെയ്യണം, ശരിയാവില്ല. ഇമാം ഷാഫി പറഞ്ഞതുകൊണ്ടാ തഖ്ലീദ് ചെയ്യാത്തത്, അത് പിന്നെ പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രസ്ഥാനത്തിന് എതിരെ മറുപടി പറയാൻ വേണ്ടി വരുന്ന ആളുകൾ ഇ കെ മൗലവി പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം, കെ എം മൗലവി പറഞ്ഞത് സ്വീകരിക്കണം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞത് സ്വീകരിക്കണം, അവരെ അന്ധമായി അനുകരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ശരിയാവില്ല, മനുഷ്യർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഖുർആനും സുന്നത്തും ഞങ്ങൾ സ്വീകരിക്കാം, എന്നാൽ ഇതാ പിടിച്ചോ ഖുർആൻ, ഇന്നാ പിടിച്ചോ ഹദീസ് എന്ന് പറഞ്ഞ് ഉദ്ധരിക്കേണ്ടുന്ന ആളുകൾ ഇ കെ മൗലവിയുടെ പുസ്തകമാണ് തരുന്നത്, കെ എം മൗലവിയുടെ പുസ്തകമാണ് നൽകുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ